ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? ബീഫ് പള്ളിക്കറി. വളരെ സിമ്പിളായ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം, അടിപൊളിയാണ്. ഇന്നൊരു 1/2 കിലോ ബീഫിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബീഫ് പള്ളിക്കറി അല്ലെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ബീഫ് നല്ല വേവുള്ളതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കണം. ഓക്കെ, 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വേവിക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് 2 ചെറിയ സവാള, 1 തക്കാളി, 3 പച്ചമുളക് കട്ട് ചെയ്തത്, 3-4 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്, മല്ലിപ്പൊടി 2 സ്പൂൺ ഇടാം, കൂടാതെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചെറിയ പകുതി നാരങ്ങയുടെ നീരും ഇത് ചേർക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഒരു കാര്യം മറന്നുപോയി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഉപ്പിടാൻ മറന്നുപോയി, ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് മതി. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാവേ. നമുക്കിനി ഒരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് 1 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ പെരുംജീരകം, കൂടാതെ ഒരു 4 വറ്റൽമുളക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി ഒരു 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കണം. ബാക്കി 1/4 ഭാഗം നമുക്ക് അരച്ചെടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഈ വറുത്ത് വെച്ച മല്ലി, മുളകും പെരുംജീരകവും ഉള്ളത് അതൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, അത് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഒരു 3/4 ഭാഗമുണ്ട്. 3/4 ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കാം.
ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്, ഗ്രേവിയും ഉണ്ട്. ഓക്കെ, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു മസാലപ്പൊടിയില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ അരപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ, ഇച്ചിരി ഒന്ന് തിളക്കണം. നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഇത് മാറ്റി വെച്ചിരുന്നു തേങ്ങ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിന് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, കുഞ്ഞുള്ളി, ഒന്ന് നമുക്ക് താളിച്ചെടുക്കാം. ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ബീഫ് കറി, ബീഫ് പള്ളിക്കറി, എന്ത് വേണം പറയാം. അടിപൊളിയാണ്, വെരി സിമ്പിളാണ്, പെട്ടെന്നുണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്നുണ്ടാക്കാം. എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്.